നസ്ലിൻ മലയാള സിനിമയുടെ സൂപ്പർ സ്റ്റാറിലേക്ക് നടന്നു കയറുകയാണ്. പ്രേക്ഷകനെ റെസ്പെക്റ്റ് ചെയ്യുന്ന സിനിമ. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിന് ശേഷം അഭിനവ് സുന്ദർ നായിക് സംവിധാനം ചെയ്യുന്ന ചിന്തിക്കുന്ന സിനിമ മോളിവുഡ് ടൈംസ്. സിനിമയുടെ പിന്നിലെ അധികാരത്തെക്കുറിച്ചും വിജയത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചും പ്രതിഭയും വിധിയും തമ്മിലുള്ള സംഘർഷത്തെക്കുറിച്ചും നമ്മെ അസ്വസ്ഥമാക്കുന്ന സിനിമയാണ് മോളിവുഡ് ടൈംസ്. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ചിത്രത്തിൽ ധാർമ്മികതയുടെ ശവപ്പെട്ടി തുറന്ന സംവിധായകൻ അഭിനവ് സുന്ദർ ഇത്തവണ വിജയത്തിൻ്റെ ഒരു ശവപ്പെട്ടിയാണ് തുറക്കുന്നത്. വിനീത് മാധവനായി നസ്രിൻ ഗഫൂർ നടത്തുന്ന പ്രകടനം അതിഗംഭീരമാണ്. തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന സിനിമയിലെ കൗമാര നിഷ്കളങ്കതയുടെ പ്രതീകമായ മെൽവിനിൽ നിന്ന് വിനീത് മാധവനിലേക്ക് എത്തുമ്പോൾ അയാൾ ഒരു നടനിൽ നിന്ന് ഒരു അഭിനേതാവായി രൂപാന്തരപ്പെടുകയാണ്. വിജയത്തിൻ്റെ സ്വപ്നം കാണുന്ന ഒരു യുവാവിൽ നിന്ന് ആ സ്വപ്നം തകർന്നു വീഴുമ്പോൾ സ്വന്തം ഉള്ളിലേക്ക് വീണുപോകുന്ന മനുഷ്യനിലേക്കുള്ള യാത്ര അതിശയകരമായ കൃത്യതയോടെയാണ് നസ്ലിൻ അവതരിപ്പിക്കുന്നത്. വിനീത് മാധവൻ പരാജയപ്പെടുമ്പോൾ നമ്മൾ അയാളെ കാണുന്നില്ല. നമ്മുടെ ചുറ്റുമുള്ള നൂറുകണക്കിന് വിനീത് മാധവന്മാരെ നമ്മൾ കാണുന്നുണ്ട്. വിനീത് മാധവൻ തകരുമ്പോൾ നമ്മളുടെ മനസ്സ് വിങ്ങും. ഈ സിനിമയുടെ ഏറ്റവും വലിയ നേട്ടം അതിൻ്റെ തത്വചിന്താപരമായ അടിത്തറയാണ്. ടാലൻറ്റും അധ്വാനവും ഒറിജിനാലിറ്റിയും ക്രിയേറ്റിവിറ്റിയും മാത്രം വിജയത്തിന് മതിയെന്ന ഒരു യൂണിവേഴ്സൽ എത്തിക്സിനെ സിനിമ ചോദ്യം ചെയ്യുന്നു. പ്രതിഭയുടെ വിപണി മൂല്യം നിർണ്ണയിക്കുന്നത് പലപ്പോഴും പ്രതിഭയല്ല, അധികാരവും പണവും കുറുക്കുവഴികളുമാണെന്ന് സിനിമ സൂചിപ്പിക്കുന്നു. ഒറിജിനാലിറ്റി ഉള്ളവർ പലപ്പോഴും അരികുകളിലേക്ക് തള്ളപ്പെടുകയും ഫാബ്രിക്കേറ്റ് ചെയ്യപ്പെട്ട ഡ്യൂപ്ലിക്കേറ്റുകൾ ലൈം ലൈറ്റിലേക്ക് കയറി വരികയും ചെയ്യുന്ന ലോകത്തിൻ്റെ യാഥാർത്ഥ്യമാണ് ഈ സിനിമ അവതരിപ്പിക്കുന്നത്. സിനിമ ഒരു ഷോ ബിസിനസ് മാത്രമാണോ എന്ന ചോദ്യവും ഈ ചിത്രം ഉയർത്തുന്നുണ്ട്. കലയുടെ പേരിൽ നടക്കുന്ന മോഷണങ്ങൾ, വിജയത്തിൻ്റെ പേരിൽ ന്യായീകരിക്കപ്പെടുന്ന വഞ്ചനകൾ, വിനയത്തിൻ്റെ മുഖംമൂടിക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ധാർഷ്ട്യവും അഹങ്കാരവും, ഇവയെല്ലാം സിനിമ അതിൻ്റെ ആന്തരിക ഘടനയിൽ തന്നെ അന്വേഷിക്കുന്നുണ്ട്. നമ്മൾ പൊതുവെ ആഘോഷിക്കുന്നത് വിജയത്തെയാണ്. ആ വിജയം എങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടത് എന്ന ചോദ്യം ചോദിക്കാൻ ജനസമൂഹം ഒരിക്കലും തയ്യാറല്ല. വിജയികൾക്ക് മുന്നിൽ ആരവം മുഴക്കുന്ന ജനക്കൂട്ടം പരാജയപ്പെട്ട പ്രതിഭകളുടെ ശവക്കുഴികളിലേക്ക് ചീഞ്ഞ തക്കാളി വലിച്ചെറിയുകയും ചെയ്യും. ലീനിയർ കഥ പറച്ചിലിനെ തകർത്തുകൊണ്ടുള്ള മൈൻഡ് വോയിസ് നരേഷനും 2D അനിമേഷൻ ഇൻസേർട്ടുകളും വെറും ശൈലീപരമായ പരീക്ഷണങ്ങളല്ല ഈ ചിത്രത്തിൽ. വിനീത് മാധവന്റെ മനസ്സിൻ്റെ ഭൂപടമാണവ. സിനിമ പുറത്തല്ല നടക്കുന്നത്, ഒരു മനുഷ്യൻ്റെ ബോധത്തിനുള്ളിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ കാണുന്ന വെറും ഒരു സിനിമയല്ല, അനുഭവിക്കുന്ന സിനിമ കൂടിയാണ്. ഒരു മനുഷ്യൻ തൻ്റെ കഴിവും അധ്വാനവും കൊണ്ട് ചരിത്രം സൃഷ്ടിച്ചാലും ആ നേട്ടത്തെ അവൻ്റെ പ്രതിഭയുടെ വിജയമായി കാണാൻ സമൂഹം തയ്യാറല്ല. അവിടെ ജാതി കടന്നു വരും. ജന്മത്തിൻ്റെ ഔദാര്യമായി വിജയത്തെ ചുരുക്കി കാണിക്കുന്ന ജാതീയ രാഷ്ട്രീയത്തിൻ്റെ നഗ്നത സിനിമ അസ്വസ്ഥമാക്കുന്ന കൃത്യതയോടെ വെളിപ്പെടുത്തുന്നുണ്ട്. ചിത്രം അവസാനിക്കുമ്പോൾ വിനീത് മാധവന്റെ വിധിയെക്കുറിച്ചല്ല നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ സ്വന്തം ജീവിതത്തെക്കുറിച്ചാണ്. രാഷ്ട്രീയ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, സാഹിത്യ രംഗത്ത്, അക്കാദമിക് രംഗത്ത്, കലാരംഗത്ത്, ആത്മീയ രംഗത്തൊക്കെ ഒറിജിനൽ തോട്ടും ക്രിയേറ്റിവിറ്റിയും ഉണ്ടെങ്കിലും സ്വന്തം തലവര ശരിയാകാത്തത് കൊണ്ട് ഔട്ടായിപ്പോയ എത്രയോ പേർ. ഡോക്ടർ എം കുഞ്ഞാമൻ തുടങ്ങി ചരിത്രത്തിൻ്റെ അരികുകളിലേക്ക് മാറ്റി നിർത്തപ്പെട്ട ഒരു കൂട്ടം മനുഷ്യർ നമ്മുടെ മുന്നിലൂടെ കടന്നു വരുന്നു. ചിലയിടങ്ങളിൽ അനാവശ്യമായി നീണ്ടുപോകുന്ന രംഗങ്ങൾ ഈ സിനിമയുടെ ഒഴുക്കിനെ ചെറുതായി മന്ദഗതിയിലാക്കുന്നുണ്ട്. കുറച്ചുകൂടി എഡിറ്റോറിയൽ കർക്കശത പുലർത്തിയിരുന്നെങ്കിൽ സിനിമ കൂടുതൽ മൂർച്ചയുള്ള ഒരു അനുഭവമായി മാറുമായിരുന്നു. എന്നാൽ തിയേറ്ററിൽ കയ്യടി ഉറപ്പാക്കാൻ വില കുറഞ്ഞ ഇമോഷണൽ തന്ത്രങ്ങൾ കുത്തി നിറയ്ക്കാതെ കഥയുടെ ആത്മാവിനോട് സത്യസന്ധത പുലർത്തിയ സംവിധായകന്റെ ആത്മവിശ്വാസമാണ് സിനിമയുടെ ഏറ്റവും വലിയ ശക്തി. മോളിവുഡ് ടൈംസ് കണ്ടിറങ്ങുമ്പോൾ
മനസ്സിൽ ബാക്കി നിൽക്കുന്നത് ഒരു ചോദ്യം മാത്രമാണ്: ഈ ലോകം ശരിക്കും ആരുടേതാണ്? സർഗാത്മകത സൃഷ്ടിക്കുന്നവരുടേതോ അത് ചുളുവിൽ കൈക്കലാക്കുന്നവരുടേതോ?